ഹായ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അവിടെ ഞാനൊരു പോളിഗൺ വരച്ചിട്ടുണ്ട്. ഇതൊരു പോളിഗൺ ആണ്. ഈ പോളിഗണിനെ പറ്റി ഇതെന്താണ്, എത്ര ഷേപ്സ് ഉണ്ട്, എത്ര സൈഡ്സ് ഉണ്ട്? 1 2 3 4 5 6. അപ്പോൾ ഇതെന്താണ്, 6 സൈഡ്സ് ഉള്ളതിൻ്റെ പേരെന്താണ്? ഹെക്സഗൺ. റെഗുലർ ഹെക്സഗൺ ആണ്. വരച്ചപ്പോൾ അങ്ങനെ ഇരിക്കുന്നില്ലെങ്കിലും അത് റെഗുലർ ഹെക്സഗൺ ആണെന്ന് മനസ്സിലാക്കിയോ? അപ്പം ഇതിൻ്റെ ഓരോന്നിൻ്റെ ഇൻറ്റീരിയർ ആംഗിൾ ഏതാണ്? ഇൻറ്റീരിയർ ആംഗിൾ ഞാൻ ഈ എ എന്ന് മാർക്ക് ചെയ്തേക്കുന്നതാണ് ഇൻറ്റീരിയർ ആംഗിൾ. റെഗുലർ ഹെക്സഗൺ ആകുമ്പം സൈഡ്സും ഈക്വൽ ആയിരിക്കും, അതുപോലെ തന്നെ എന്തോ ഈക്വൽ ആയിരിക്കും, ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അതുകൊണ്ടാണ് എല്ലാ ആംഗിളും സെയിം ആണ്. അതുകൊണ്ടാണ് ഞാൻ എ എന്നിവിടെ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻസ് ഓരോന്നും എന്താണെന്ന് വെച്ചാൽ, വാട്ട് ഈസ് ദ സം ഓഫ് മെഷേഴ്സ് ഓഫ് ദ എക്സ്റ്റീരിയർ ആംഗിൾസ്? എക്സ്റ്റീരിയർ ആംഗിൾസിനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. എക്സ്, വൈ, ഇസഡ്, പി, ക്യു, ആർ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ എക്സ്റ്റീരിയർ ആംഗിൾസിൻ്റെ എല്ലാം കൂടെ സം എത്രയാണെന്നാണ് ചോദ്യം. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? വാട്ട് ഈസ് ദ സം ഓഫ് മെഷേഴ്സ് ഓഫ് ഇറ്റ്സ് എക്സ്റ്റീരിയർ ആംഗിൾസ്? എത്രയാണ് ആൻസർ? 360 ഡിഗ്രി. കറക്റ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇത്തിരി ട്രിക്കി ക്വസ്റ്റ്യനാണ്. നിങ്ങൾ പണ്ട് പഠിച്ച എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഓർമ്മയുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ആൻസർ പറയാൻ പറ്റും. ഈസ് എക്സ് ഈക്വൽ ടു വൈ ഈക്വൽ ടു ഇസഡ് ഈക്വൽ ടു പി ഈക്വൽ ടു ക്യൂ ഈക്വൽ ടു ആർ ആണോ എന്ന്? ആണെങ്കിൽ എന്തുകൊണ്ട്? അപ്പം എന്ത് വേണം? നമ്മൾ നേരത്തെ പണ്ട് പഠിച്ച ഒരു കാര്യം ഓർമ്മ വേണം. നിങ്ങൾ ഇങ്ങനെ ഒരു സാധനം പഠിച്ചിട്ടുണ്ടോ എന്ന് നോക്കിയേ. ഇങ്ങനെ ഒരു ലൈൻ വരച്ചാൽ ഇങ്ങനെ വേറൊരു ലൈൻ വന്നതിനെ ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാകും, ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാകും. ഇതെന്താണ്? ലീനിയർ പെയർ ആണെന്ന് പറയും. ഈ ഒരു ലൈനിനെ വേറൊരു ലൈൻ വന്ന് ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആംഗിൾസിനെ നമ്മൾ ലീനിയർ പെയർ എന്ന് പറയും. ഈ ലീനിയർ പെയറിൻ്റെ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും എന്ന് നമ്മൾ പണ്ട് എപ്പോഴോ പഠിച്ചിട്ടുണ്ട്. ഏതോ ഒരു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. മറന്നു പോകരുത്. അത് പഠിച്ചത് മറന്നു പോയവർക്ക് വേണ്ടിയാണ് പറയുന്നത്. ലീനിയർ പെയറിലുള്ള അഡ്ജസൻ്റ് ആംഗിൾസിൻ്റെ, ഇത് രണ്ടും അഡ്ജസൻ്റ് ആംഗിൾസ് ആണ്, അതിൻ്റെ എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ചോദ്യം ഇതാണ്. ഇവിടെ ഏതൊക്കെയാണ് ലീനിയർ പെയർ? ഈ എയുടെ ലീനിയർ പെയർ ആണ് ഈ കാണുന്ന വൈ. അല്ല, ഈ ഒരു ലൈൻ വന്ന് ഇൻ്റർസെക്റ്റ് ചെയ്തപ്പോൾ ഉണ്ടായ രണ്ട് ആംഗിൾസ്. എയുടെ ലീനിയർ പെയർ ആണ് വൈ. ഈ എയുടെ ലീനിയർ പെയർ ആണ് ഇസഡ്. ഈ എയുടെ ലീനിയർ പെയർ ആണ് പി. ഈ എയുടെ ലീനിയർ പെയർ ആണ് ക്യൂ. ഈ എയുടെ ലീനിയർ പെയർ ആണ് ആർ. ഈ എയുടെ ലീനിയർ പെയർ ആണ് എക്സ്. ഓക്കെ, ലീനിയർ പെയറൊക്കെ മനസ്സിലായി. ഇനി ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചത്? എക്സ് ഈക്വൽ ടു വൈ ഈക്വൽ ടു ഇസഡ് ഈക്വൽ ടു ബി ഈക്വൽ ടു ക്യൂ ഈക്വൽ ടു ആർ ആണോ? അതെങ്ങനെ കണ്ടുപിടിക്കും? അതെങ്ങനെ അവിടെ നിൽക്കട്ടെ. അപ്പം ഞാൻ എന്തോ നോക്കി? എക്സ് എന്തോ ആണെന്ന് നോക്കി. നമുക്കറിയാവുന്ന എന്താണ്? ഇത് മൊത്തത്തിൽ 180 ആണെന്നറിയാം. അപ്പോൾ എക്സ് എത്രയായിരിക്കും? 180ന്ന് ഇത്രയുള്ള എ പോയാൽ കിട്ടുന്നത് എക്സ് ഇസ് ഈക്വൽ ടു 180 മൈനസ് എ ആയിരിക്കും. ഓക്കെ ആണോ? മനസ്സിലാവുന്നുണ്ടോ? അടുത്ത ക്വസ്റ്റ്യൻ, വൈ ഇസ് ഈക്വൽ ടു, ഇവിടെ എന്താണെന്നാണ് ചോദ്യം. ഇതിപ്പോൾ ഒരു ലൈനിനെ ഇവിടെ വന്ന് ഇൻ്റർസെക്റ്റ് ചെയ്തു. ഇവിടെ ലീനിയർ പെയറാണ്. മൊത്തത്തിൽ എത്രയാണ്? 180 ആണ്. അപ്പം വൈ എത്രയായിരിക്കും? മൊത്തത്തിലുള്ള 180യിൽ നിന്നും എത്ര പോയാൽ? ഇത് എ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എ പോകുന്നതായിരിക്കും. അടുത്ത സെഡ്, ഇതൊരു ലീനിയർ പെയർ ആണല്ലേ. ഇപ്പം രണ്ട് ആംഗിൾസ് ഉണ്ടായി. അപ്പോൾ എത്രയായിരിക്കും? സെഡ് ഇസ് ഈക്വൽ ടു, അപ്പുറം എഴുതാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് എഴുതിയേക്കുന്നത്, 180 മൈനസ് ഈ ഒരു എ പോകുന്നതായിരിക്കും. പി ഇസ് ഈക്വൽ ടു, ഇത് ലീനിയർ പെയർ ആണ്. ഇപ്പുറത്തെ എ ആണെങ്കിൽ മൊത്തത്തിലുള്ള 180യിൽ നിന്നും എ പോകുന്നതായിരിക്കും. ക്യൂ ഈക്വൽ ടു, ഇതും ഒരു ലീനിയർ പെയർ ആണ്. എ ഇത്രയുണ്ട്, ബാക്കിയുള്ള ഇത് രണ്ടുമാണല്ലോ ലീനിയർ പെയർ. ഇവിടെ മൊത്തത്തിൽ 180 ആണ്. അതിൽ ഇത്രയുള്ളത് എ ആണെങ്കിൽ 180 മൈനസ് എ ആയിരിക്കും. ഇനി ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, ഇവിടെ ഒരു ലീനിയർ പെയർ ഉണ്ട്, എയും ഉണ്ട്. ഇപ്പുറത്ത് എത്ര ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ആർ ഇസ് ഈക്വൽ ടു 180 മൈനസ് എ. നിങ്ങൾ ഈ എ എന്തുവെന്നൊന്നും ആലോചിക്കണ്ടേ. എന്ന് പറഞ്ഞാൽ എത്ര ഒരു ആംഗിൾ ആയിരുന്നു ആ പറഞ്ഞത്. അപ്പം നമുക്ക് എല്ലാത്തിൻ്റെ ആൻസർ കിട്ടി. ശരി, അപ്പം നോക്കിയേ, എക്സ് 180 മൈനസ് എ ആണ്, വൈ 180 മൈനസ്, ഇതെല്ലാം ഈക്വൽ ആണ്. ആണല്ലോ. അപ്പം ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇത് ഈക്വൽ ആണോ എന്ന് ചോദിച്ചു. ആണ് എന്ന് കിട്ടി. കാരണം എന്താ? ഇത് ലീനിയർ പെയർസ് ആയതുകൊണ്ട് 180ന്ന് മൈനസ് ചെയ്യുമ്പം ഈ ഇൻറ്റീരിയർ ആംഗിൾ എല്ലാം സെയിം ആയതുകൊണ്ട് എക്സ്റ്റീരിയർ ആംഗിൾ എല്ലാം സെയിം ആയിട്ട് വന്നതാണ് എന്നാണ് ആൻസർ. ശരി, ഇനി വാട്ട് ഈസ് ദ മെഷർ ഓഫ് ഈച്ച് എക്സ്റ്റീരിയർ ആംഗിൾ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്റ്റീരിയർ ആംഗിളിൻ്റെ ഓരോന്നിൻ്റെ മെഷർ എത്രയാണെന്നാണ്. എത്ര സൈഡ്സ് ഉണ്ട്? സൈഡ്സ് ടോട്ടൽ ഈക്വൽ ടു 6 ആണെന്ന് പറഞ്ഞു. എത്രയാ? നമുക്ക് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് കാണാതെ അറിയാം. എത്രയാണ്? 360 ഡിഗ്രിയാണ് സമ്മ്.
അങ്ങനെയാണെങ്കിൽ മൊത്തത്തിൽ 360 ഡിഗ്രി 6 സൈഡ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഓരോ സൈഡിൻ്റെ എങ്ങനെ കണ്ടുപിടിക്കും? 360 ഡിവൈഡഡ് ബൈ 6 ആയിരിക്കും, വിച്ച് ഇസ് ഈക്വൽ ടു 60 ഡിഗ്രി ആയിരിക്കും ഓരോ സൈഡിൻ്റേതും ആയിട്ടുള്ള എക്സ്റ്റീരിയർ ആംഗിൾ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എത്രയാണെന്നാണ് പറഞ്ഞത്? ഇത് ഈ എക്സിനെയാണ് എഴുതുന്നത്, വിച്ച് ഇസ് ഈക്വൽ ടു 60 ഡിഗ്രി ആണെന്നാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇൻറ്റീരിയർ ആംഗിളിൻ്റെ ഇതെന്താണെന്ന് ചോദിച്ചു. ഇൻറ്റീരിയർ ആംഗിൾ അത് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ എന്താണ് ഇത്? എയും അടുത്ത ക്വസ്റ്റ്യൻ പറയുകയാണെ, എയും എക്സൂടെ ചേരുമ്പം എത്രയാണ്? 180 ആണ്, ലീനിയർ പെയർ. എ എത്രയാണെന്നാണ് അറിയാത്തത്, എക്സ് എത്രയാണെന്ന് പഴയ ക്വസ്റ്റ്യനിൽ കിട്ടി, 60 ഈക്വൽ ടു 180. അന്നേരം എ ഇസ് ഈക്വൽ ടു എത്രയാണ്? 180 മൈനസ് 60 വിച്ച് ഇസ് ഈക്വൽ ടു 120 ആയിരിക്കും ആൻസർ. മനസ്സിലായോ? എങ്ങനെയാണ്? എയും എക്സൂടെ ചേരുമ്പോൾ നമുക്ക് എക്സ് ഇപ്പോൾ കിട്ടിയായിരുന്നു, സൈഡ്സ് 6 ആണ്, സമ്മ് 360 ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ എത്രയാണ്? 360/6 ചെയ്യുമ്പം ഓരോ ആംഗിളും എത്രയാണെന്ന് കിട്ടും. അത് 60 ആണെന്ന് കിട്ടി. ആ 60 ആണല്ലോ, ഇതെല്ലാവരും ഈക്വൽ ആണെന്ന് നമ്മൾ നേരത്തെ അതിന് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞു. അതുകൊണ്ട് ഇത് ഓരോന്നും എത്രയായിരിക്കും? 60 ആയിരിക്കും. P = Q = R = X = Y = Z = 60 ആണെന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ ശരി, അതൊക്കെ. എന്നാൽ പിന്നെ ഈ എ എത്രയാണെന്ന്, ഇൻറ്റീരിയർ ആംഗിൾ ഓരോന്നും എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ അത് എ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ ഇത് ഒരു ലീനിയർ പെയറാണ്. A+X എന്ന് പറയുന്നത് 180 ആണെന്ന് എനിക്കറിയാം. A+X = 180. A+X എന്ന് പറയുന്നത് 60 ആണെന്ന് തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ കിട്ടി എനിക്ക്. A+60 = 180. ഇവിടെ 180, ഇപ്പുറത്ത് +6, 60 അപ്പുറത്ത് പോകുമ്പോൾ -60 ആവും. 180 60 പോയാൽ 120. അത് തന്നെ ആയിരിക്കുമല്ലോ ഇതിനകത്തുള്ള ഓരോ എയും, എല്ലാ എയും സെയിം ആയിരിക്കും. ഇത് 2 വട്ടം കേട്ട് നോക്കണം. പുതിയതല്ല, പഴയ കുറച്ച് കാര്യങ്ങൾ റീകളക്ട് ചെയ്തെടുക്കണം. ആ ഒരൊറ്റ കാര്യത്തിൽ നിന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് ഓരോരുത്തർക്കും ഉത്തരം കിട്ടും. അപ്പോൾ ഇത് കുറച്ച് ആലോചിച്ച് പഠിക്കണം. ഈ ഒരു കൺസെപ്റ്റ് മൊത്തം പഠിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഈ ഒരു ഏരിയയിലുള്ള ഒരു 2-3-4 ക്വസ്റ്റ്യൻ ഒറ്റയടിക്ക് ചെയ്യാം. എന്തൊക്കെ ഓർത്ത് വെച്ചേക്കണം? സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾ 360. ഓക്കെ. പിന്നെ ഈക്വൽ ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ എത്ര സൈഡ് ഉണ്ടോ അത്രയും സൈഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആ സമ്മ് 360യെ ആ സൈഡിൻ്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഓരോ ആംഗിളും എത്രയാണെന്ന് കിട്ടും. പിന്നെ ലീനിയർ പെയർ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഓർത്തോണം. ലീനിയർ പെയറിലുള്ള അഡ്ജസൻ്റ് ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കണം. എല്ലാം കൂടെ തലതിരിഞ്ഞു പോകരുത്. ലീനിയർ പെയറിലുള്ള അഡ്ജസൻ്റ് ആംഗിൾസിൻ്റെ സമ്മ് 180 ഡിഗ്രിയാണ്. ആ 180ക്കകത്ത് നമ്മൾ ഏതെങ്കിലും ഒരു ആംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ മറ്റേ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഓക്കെ, താങ്ക് യു.